ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ചെമ്പ്ര പീക്കിലേക്കുള്ള ഒരു യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ്. എൻ്റെ കൂടെ 2 ഇളയച്ചന്മാരും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പ്ര പീക്ക് എസ്റ്റേറ്റിലുള്ള ഒരു ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ബംഗ്ലാവ് ഇംഗ്ലീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. 1958 ഇത് വീണ്ടും പുതുക്കി പണിതു. നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തു കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൂണുകളൊക്കെ കുറച്ച് തൂണുകളൊക്കെ ഉരുക്കിൽ തീർത്തതാണ്. അതുകൊണ്ട് ഇത് ദ്രവിച്ചിട്ടില്ല, തുരുമ്പ് പിടിച്ചിട്ടില്ല. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് പ്രകൃതിയോട് ഇണങ്ങി തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബംഗ്ലാവിൻ്റെ ഉൾവശം കാണാൻ നമുക്ക് അനുമതിയില്ല, പെർമിഷൻ വേണം. അതുപോലെ ഇതിൻ്റെ ചുറ്റുപാടും നല്ല മനോഹരങ്ങളായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടികളും പൂക്കളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരം, ഇത് ഞാൻ വയനാട്ടിൽ എവിടെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ നടന്ന് ബംഗ്ലാവിൻ്റെ മുൻവശത്തെത്താറായി. ബംഗ്ലാവിൻ്റെ മുൻവശമാണത് കാണുന്നത്. മുന്നിൽ പച്ചപ്പുല്ല് നട്ടിട്ടുണ്ട്. അതുപോലെ ചുറ്റുപാടും വലിയ വലിയ മരങ്ങൾ. ചുമരിലൊക്കെ ഒരുതരം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ഡോറാണ് കാണുന്നത്. സൈഡിൽ ഫുള്ളായിട്ട് നല്ല പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങളും. നമ്മൾ വീണ്ടും ഈ മരത്തിൻ്റെ ചൂട്ടിലേക്ക് തന്നെ. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ അടിയിൽ നിന്നും മുകൾ വരെ ഇലകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വീണ്ടും നമ്മൾ ബംഗ്ലാവിൻ്റെ കാഴ്ചകളിലേക്ക്. ഈ ബംഗ്ലാവിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇത് വീണ്ടും റീബിൽഡ് ചെയ്തത് 1958 ഈ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത്, അഥവാ ഒരു 100 മീറ്റർ ചുറ്റളവിൽ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇവിടുന്ന് നോക്കിയാൽ ചെമ്പ്രയുടെ എല്ലാ സൈഡുകളും നമുക്ക് കാണാൻ കഴിയും. ഈ ബംഗ്ലാവിൻ്റെ ഒരു വശം ചെമ്പ്ര പീക്ക് മലകളും ബാക്കി 3 വശങ്ങളും തേയിലത്തോട്ടങ്ങളുമാണ്. ആനയുടെ വിഹാര കേന്ദ്രമാണ് ഇവിടം. ഒരുപാട് ആനകൾ ഇവിടെ ഇറങ്ങാറുണ്ട്. ചക്കപ്പഴത്തിൻ്റെ സീസണിൽ ഇഷ്ടം പോലെ ആനകളെ കാണാം. ആ കാണുന്നത് ഇവിടുത്തെ എസ്റ്റേറ്റിലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഹട്ടുകളാണ്. ആ കുഞ്ഞു വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് പോകാം. പോകുന്ന വഴിയിൽ ചെമ്പ്രയുടെ പൂർണ്ണമായ വ്യൂ നമുക്ക് കാണാം. ഒരുപാട് വർഷം പഴക്കമുള്ള കൂറ്റൻ മരങ്ങളാണ് ഇവിടെ ഏറെയും. അവർ 2 പേരും മുന്നിൽ തന്നെയുണ്ട്. ഒരാൾ മേപ്പാടിയിലും ഒരാൾ ചേരാമ്പാടിയിലുമാണ് താമസം. എവിടെ നോക്കിയാലും വമ്പൻ മരങ്ങൾ തന്നെയാണ്. ഇത് മൃഗങ്ങൾ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. ആനിമൽസിന് ഇതിലൂടെ കടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് താഴേട്ട് നോക്കിയാൽ ഒരു ബംഗ്ലാവ് കാണാം. അവിടെ ഇവിടുത്തെ സ്റ്റാഫുകൾ താമസിക്കുന്നതാണ്. അതിൽ ഒന്ന് പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് മേപ്പാടി ടൗണിലേക്കും അതുപോലെ തന്നെ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്കും കുടിവെള്ളം എത്തിക്കുന്നത്. സൈഡിലുള്ള ചെറിയൊരു മലയാണ്. ഇവിടുന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം എസ്റ്റേറ്റാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 100-150 മീറ്റർ മാത്രമേ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഹട്ടുകളിലേക്ക് ഇതിലൂടെ വേണം പോകാൻ. എവിടെ നോക്കിയാലും മലകളാണ്. ഈ മലയുടെ മുകളിലാണ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത്. താരും നിർമ്മിച്ചതല്ല. ആ തടാകം വരെയുള്ളൂ ട്രക്കിംഗ്. അവിടുന്ന് മുകളിലേക്ക് പോകാൻ അനുമതിയില്ല. ഒരുപാട് സഞ്ചാരികൾ ദിനവും അവിടെ കയറി ആ തടാകം വരെ സഞ്ചരിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ്. ഹെവി ചൂടാണ്. ഇവിടെ ചെറു കാറ്റും ചെറിയൊരു തണുപ്പും. എന്തു സുഖമുള്ള കാലാവസ്ഥയാണെന്നറിയാമോ?
പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗമാണ് ഈ ചെമ്പ്ര പീക്ക്. കേരളത്തിലെ ആനമുടി കഴിഞ്ഞാൽ രണ്ടാമത്തെ മലനിരകളാണ്, ഏറ്റവും ഉയർന്ന മലനിരകളാണ് ചെമ്പ്ര പീക്ക്. ഒരുപാട് പുഷ്പങ്ങളും ഒരുപാട് കാട്ടുചെടികളും ഒരുപാട് മരങ്ങളും ഇവിടെ ഉണ്ട്. ഒരു സഞ്ചാരിയുടെ മനം കുളിർപ്പിക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട്. ദിനം പ്രതി 1000-ലധികം സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ട്രെക്കിങ്ങിനായാലും വ്യൂ പോയിൻ്റ് കാണാനായാലും 1000 പേരെങ്കിലും ഇവിടെ സന്ദർശിക്കാറുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഇവിടുന്ന് ആനിമൽ സൈറ്റിംഗ് കിട്ടാറുണ്ട്. 2-3 ദിവസം മുന്നേ ഇവിടുന്ന് പുലിയെ കണ്ടതായി പറയപ്പെടുന്നു. താഴെ കാണുന്നത് ഒരു കുഞ്ഞു കൈത്തോടാണ്. മുകളിൽ നിന്നുള്ള ആ കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ നിന്നും വരുന്നതാണ്. പണ്ട് ഇവിടെ നിന്നും സ്വർണ്ണ ഖനനം നടത്തിയതായി പറയപ്പെടുന്നു. ചെമ്പ്ര പീക്ക് എസ്റ്റേറ്റിൽ ഒരുപാട് ബംഗ്ലാവുകൾ നിലവിലുണ്ട്. 60ഓളം വരുന്ന ബംഗ്ലാവുകളിൽ അതിൽ പകുതി മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. നമ്മൾ ഏകദേശം ആ കുഞ്ഞു വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താറായി. കുടിവെള്ളമായതുകൊണ്ട് ഇവിടെ ആരെയും സന്ദർശിക്കാൻ അനുവദിക്കാറില്ല. ഒരുപാട് പൈപ്പുകൾ താഴോട്ടും പോകുന്നുണ്ട്. ഈ പൈപ്പുകളിൽ പോകുന്ന വെള്ളം താഴെ ഒരു 3 കിലോമീറ്റർ താഴെ ഒരു വലിയ കുളം കുത്തി അതിൽ ശേഖരിക്കുന്നു. അവിടുന്ന് എല്ലാവർക്കും പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ കാണുന്ന വഴിയിൽ കൂടെയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ വെള്ളമൊന്നും സാധ്യതയില്ല. ഇവിടുന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആനിമൽ പ്രസൻസ് ഉണ്ടായേക്കാം. മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാമ്പ് വർഗത്തിൽപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അട്ടകളും. ഇത്തരം സ്ഥലങ്ങളിൽ ഒരുപാട് ഇനം പക്ഷികളെയും അപൂർവ ഇനം പൂമ്പാറ്റകളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഉരുളൻ കല്ലുകളാണ് ഏറെയും. ശ്രദ്ധിച്ചില്ലെങ്കിൽ തലകുത്തി വീഴാം. ഇവിടെ നിന്നും ഒരുപാട് പൈപ്പുകൾ താഴോട്ട് പോകുന്നുണ്ട്. ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇത് നാച്ചുറൽ മിനറൽ വാട്ടർ ആണ്. ഈ വെള്ളത്തിൽ മീനുകളെയോ തവളകളെയോ ഞണ്ടുകളെയോ കാണാറില്ല. അപൂർവ ഇനം ചില വെള്ളത്തിൻ്റെ മുകളിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രാണികളെ മാത്രമേ കാണാനുള്ളൂ. ഈ കാണുന്ന വെള്ളത്തിന് ഒരു 6 അടി താഴ്ച ഉണ്ട്. അടിവരെ കാണാം. അത്രയും തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്നവർ ആരും ഇതിൽ ഇറങ്ങി കുളിക്കുകയോ ഡ്രസ്സ് അലക്കുകയോ ചെയ്യാൻ പാടില്ല. മഴക്കാലത്ത് ആരും ഇങ്ങോട്ട് വരരുത്. നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ ചുറ്റുപാടും എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആനിമൽ പ്രസൻസ് എപ്പോഴും ഉണ്ടാകാം. മേപ്പാടിയിൽ നിന്നും ഇവിടേക്ക് വന്ന വഴികൾ കാണാൻ ഇതിന് മുന്നത്തെ വീഡിയോ കാണുക. എത്ര തെളിഞ്ഞ വെള്ളം! അടിയിലുള്ള എല്ലാ വസ്തുക്കളും കാണാൻ കഴിയും. ചെമ്പ്രയുടെ ചുറ്റുപാടുകളായി 2-3 വെള്ളച്ചാട്ടങ്ങൾ വേറെയുമുണ്ട്. ഇതിലും വലുത്. അവിടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും അങ്ങോട്ട് പോകാറില്ല. ഫോറസ്റ്റ് അനുമതിയും വേണം. ദുർഘടമായ പാതകളും വന്യമൃഗങ്ങളുടെ ശല്യവും. ഇവിടെ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരെയാണ് ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം. മേപ്പാടിയിൽ വന്നാൽ ഏകദേശം സൂചിപ്പാറ വാട്ടർഫാൾസ്, ചെമ്പ്ര പീക്ക്, പിന്നെ 900 കണ്ടി, ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഒരു ദിവസം വന്ന് എല്ലാം ഒന്ന് കാണാം. ഉരുൾപൊട്ടലിന് ശേഷം ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ അടച്ചുപൂട്ടിയിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാം തുറന്നിരിക്കുന്നു. വയനാട്ടിലേക്ക് വരുന്നവർ ഒരു 3-4 ദിവസം നിന്ന് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കണക്കായി വരിക. വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ഇനിയും ഉണ്ടാകും. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മിനിറ്റ് 15 മിനിറ്റ് വീഡിയോകളായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോസ് തന്നെ 3 പാർട്ടുകളായിട്ടാണ് ഞാൻ തരംതിരിച്ചിരിക്കുന്നത്. ഇത് 2ാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ
മുന്നത്തെ വീഡിയോ പോയി ഒന്ന് കാണുക. രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ട് വരുന്നു. ഇതൊരു പാലമാണ്. ഈ പാലം അങ്ങ് നശിച്ചങ്ങെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിഭാഗം പോയി. അടുത്ത മഴയ്ക്ക് ഈ പാലം ഇവിടെ ഉണ്ടാകുമെന്ന് സംശയമാണ്. കാരണം വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പാലം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. താഴെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. ഒരു 10-20 അടി താഴ്ചയിലാണ് അത്. അങ്ങോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ചൂരൽമല ദുരന്തത്തിന് ശേഷം ഒരുപാട് സഞ്ചാരികളുടെ കുറവുണ്ട് വയനാട്ടിൽ. വിദേശ സഞ്ചാരികളും അതർ സംസ്ഥാന ടൂറിസ്റ്റുകളും ഇവിടെ 80%-ഓളം, മുൻപത്തേതിനേക്കാളും 80% കുറവാണ്. ഇപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. കുറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസുകളെ ഇവിടെ അടച്ചിട്ടിട്ടുള്ളൂ. ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാറക്കെട്ടുകളും അടിക്കാടുകളും അതുപോലെ വൻമരങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഈ ഭാഗം. ഇവിടുന്ന് താഴോട്ട് തേയിലത്തോട്ടങ്ങളാണ്. മനസ്സും ശരീരവും തണുപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് വയനാട്. ഡാം ടൂറിസവും ഫോറസ്റ്റ് ട്രക്കിങ്ങും ലേക്കുകളും അതുപോലെ തന്നെ വാട്ടർഫാൾസുകളും ഇഷ്ടം പോലെയുണ്ട് വയനാട്ടിൽ. തേയിലത്തോട്ടങ്ങളിൽ ഇതുപോലെ ഹട്ടുകളും ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ സ്റ്റേകളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ ചെമ്പ്രയുടെ ഒരു ഭാഗം മുഴുവൻ കാണാം. ഈ കാണുന്നത് ചെമ്പ്രയിലെ സ്റ്റാഫുകൾ അഥവാ തേയിലത്തോട്ടത്തിലെ സ്റ്റാഫുകൾ താമസിക്കുന്ന ഒരു വീടാണ്. ഇത് പൊളിഞ്ഞാകെ നാശമായി. വന്യമൃഗ ശല്യം കാരണം ആരും ഇവിടെ താമസിക്കാൻ വരാറില്ല. മേപ്പാടി ടൗണിൽ നിന്നും ഇവിടത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ മേപ്പാടി ടൗണിൽ തന്നെ പോകണം. ഇതുപോലത്തെ പൂക്കൾ ഒരുപാടുണ്ട് ഇവിടെ. വെറൈറ്റി ചെടികളും വെറൈറ്റി പൂക്കളും ഇവിടെയുണ്ട്. എല്ലാം ഞാൻ കാണിക്കുന്നില്ല.